മലയാള സിനിമയിലെ മൂവി ട്രാക്കേഴ്സിൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ചിട്ട് മലയാളത്തിലെ ആദ്യ 250 കോടി ചിത്രമാകാൻ പോകുന്ന സിനിമയായിരിക്കും തുടരും എന്ന് പറയുന്നത്. മലയാള സിനിമയിൽ ഓൾറെഡി ഒരു 200 കോടി ചിത്രമുണ്ട്. അത് 2018 എന്ന് പറയുന്ന ചിത്രമാണ്. ആ സിനിമയുടെ തിയേറ്റർ കളക്ഷൻ, സാറ്റലൈറ്റ്, OTT അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്ന് അതിൻ്റെ നിർമ്മാതാവ് തന്നെ അവകാശപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഒരേ ഒരു സത്യസന്ധമായ 200 കോടി ചിത്രം അതായിരിക്കണം. മലയാള സിനിമയിൽ 200 കോടിക്ക് മുകളിൽ നേടിയെന്ന് അവകാശം ഉന്നയിച്ച വേറെ 2 ചിത്രങ്ങളുണ്ട്. അതിലൊന്ന് മഞ്ഞുമൽ ബോയ്സും മറ്റൊന്ന് എമ്പുരാനുമാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ 240 കോടിയോളം രൂപ കളക്ട് ചെയ്തു എന്നാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. അതേസമയം എമ്പുരാനാകട്ടെ 320 കോടി രൂപ വരെ കളക്ട് ചെയ്തു എന്നുള്ള അവകാശവാദവുമുണ്ട്. പക്ഷേ മൂവി ട്രാക്കിംഗ് അനലൈസ് വെച്ചിട്ട് ഈ 2 കാര്യങ്ങളും ഫേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ കളക്ഷനെക്കുറിച്ച് കാണിച്ചതിൻ്റെ ED എൻക്വയറിയൊക്കെ നടന്നു വരികയാണ്. അതിൻ്റെ ഒരു കേസ് തന്നെ നിലവിൽ നിൽപ്പുണ്ട്. അതേപോലെ എമ്പുരാൻ്റെ കേസിൽ അത്തരത്തിലൊരു നീക്കം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവരെ ഈ പറയുന്ന 2 ചിത്രങ്ങളും സസ്പെക്റ്റഡ് ആകാൻ കാരണം ഈ പറയുന്ന രീതിയിലുള്ള ആളുകൾ കയറി ആ സിനിമകൾ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം ടോട്ടൽ എത്ര തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി എന്നുള്ള കണക്ക് പോലും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. കേരളത്തിൽ 700ഓളം തിയേറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള കണക്കാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അല്ല തുടരും എന്ന് പറയുന്ന ചിത്രത്തിനുള്ളത്. പടം കേരളത്തിൽ റിലീസ് ചെയ്തത് 230ഓളം തിയേറ്ററുകളിലാണ്. പടത്തിന് ഹൈലി പോസിറ്റീവ് റെസ്പോൺസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തിയേറ്ററുകളുടെ എണ്ണം വരും ദിവസങ്ങളിൽ കൂടാനാണ് സാധ്യത. മിനിമം 300-350 തിയേറ്ററിലേക്ക് പടത്തിൻ്റെ റിലീസിങ് നീളാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഹൈലി പോസിറ്റീവ് റിപ്പോർട്ട് വരുന്ന ഒരു മോഹൻലാൽ ചിത്രമാണെന്ന് തന്നെ ഇതിന് പറയാം. മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളുടെ ഹൈലി പോസിറ്റീവ് വരുന്ന ചിത്രം. അത്തരത്തിലൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിൽ എന്ത് പ്രകടനം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ. മലയാള സിനിമയിൽ ഹൈലി പോസിറ്റീവ് റെസ്പോൺസ് വന്ന ഒരു ചിത്രമെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് 2018 എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ആ ചിത്രത്തിൻ്റെ ടോട്ടൽ കളക്ഷൻ 200 കോടിക്ക് മുകളിലാണ്. അത്തരത്തിൽ നോക്കാൻ നേരത്ത് മോഹൻലാലിൻ്റെ ഈ തുടരും എന്ന് പറയുന്ന ചിത്രത്തിന് ഏകദേശം 250 കോടി രൂപയോളം വേൾഡ് വൈഡായിട്ട് കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പൊതുവെ മലയാളത്തിലെ എല്ലാ റിവ്യൂവേഴ്സും ഈ സിനിമയ്ക്ക് ഹൈലി പോസിറ്റീവ് റെസ്പോൺസാണ് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതൊരു ഫാമിലി ഡ്രാമ കൂടിയാണ്. ഇതിനു മുമ്പ് മമ്മൂട്ടിയുടെ ചില ചിത്രങ്ങൾ ഹൈലി പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവികളായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ചിത്രങ്ങളെ ഫാമിലിയെ ഒരുപാട് ആകർഷിക്കാൻ സാധിച്ചിരുന്നില്ല. യൂത്ത് ഓഡിയൻസ് അതിന് സപ്പോർട്ടിങ് ആയിരുന്നെങ്കിലും ഫാമിലി ഓഡിയൻസ് കൂടുതലായിട്ട് വന്നെങ്കിൽ മാത്രമേ ഇത്തരം സിനിമകളൊക്കെ ഹൈലി കളക്ഷനിലോട്ട് പോകത്തുള്ളൂ. മോഹൻലാലിൻ്റെ ദൃശ്യം പോലുള്ള സിനിമകൾ വൻ വിജയം നേടിയതിനുള്ള പ്രധാന കാരണം ഫാമിലി ഓഡിയൻസിനുള്ള സപ്പോർട്ടാണ്. സ്വന്തം കുടുംബത്തിലെ പ്രശ്നം സോൾവ് ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന നായകൻ, അത്തരത്തിലുള്ളൊരു നായക കഥാപാത്രം എല്ലാ കുടുംബങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അത്തരത്തിലുള്ളൊരു നായകനായിരുന്നു ദൃശ്യത്തിലെ ജോർജ് കുട്ടി. അതേപോലൊരു നായകൻ തന്നെയാണ് തുടരുമെന്ന സിനിമയിലെ ഷൺമുഖൻ. ദൃശ്യം സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു റെസ്പോൺസ്, അതേ റെസ്പോൺസ് തന്നെയാണ് തുടരുമെന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഒരു ഇൻഡസ്ട്രി ഹിറ്റിൽ കുറഞ്ഞ് ഒന്നും ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം നായകൻ മലയാളത്തിൻ്റെ മോഹൻലാലാണ്. അതും കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും ഹൈലി പോസിറ്റീവ് റിപ്പോർട്ട്.